ഹലോ സബിത ടീച്ചർ. അമീൻ സാറേ തുടങ്ങാ. സ്റ്റാർട്ട് ചെയ്തോളൂ. റെക്കോർഡിംഗ് ഓക്കെയാണ് കേട്ടോ. Assalamualaikum. Good morning, good evening, everyone. A very warm welcome to all present here, respected principal, teachers, and non-teaching staffs, and all my dear friends. ലിറ്റററി ലെൻസിൻ്റെ 13th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ബുക്ക് റിവ്യൂ പറയുന്നത് ഹനയാണ്. KR മീരയുടെ ഖബർ എന്ന ബുക്കിനെ പറ്റിയും അതോടൊപ്പം വായിച്ചതിലൂടെ ഉണ്ടായ അവളുടെ എക്സ്പീരിയൻസിനെ പറ്റിയും നമ്മളോട് പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഹനയെ ക്ഷണിച്ചോളൂ. ഗുഡ് ഈവനിങ് ഓൾ. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം. അപ്പോൾ എൻ്റെ പേര് ഹന, ഞാൻ ഫിസിക്കൽ സയൻസ് സ്റ്റുഡൻ്റ് ആണ്. തുടങ്ങാല്ലേ. പറയാൻ ഒരു കഥയുണ്ടാവുക എന്നതിലല്ല കാര്യം, കഥ പറയാൻ ശക്തമായ കഥാപാത്രങ്ങൾ ഉണ്ടാവുക എന്നതിലാണ് കാര്യം. KR മീരയുടെ ഖബർ എന്ന നോവലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. നമുക്കെല്ലാം സുപരിചിതയായിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് KR മീര. KR മീരയുടെ മിക്ക നോവലുകളും സ്ത്രീപക്ഷ നോവലുകളാണ്. എന്നാൽ ഖബർ എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു സ്ത്രീപക്ഷ നോവൽ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു സ്ത്രീപക്ഷ നോവൽ എന്നതിന്റെ കൂടെ തന്നെ ഒരു പുരുഷപക്ഷം കൂടെ ഖബർ എന്ന ഈ നോവലിനുണ്ട്. നമ്മുടെ സമകാലിക ഇന്ത്യയുടെ ഒരു നേർചിത്രം തന്നെയാണ് ഈ ഖബർ എന്ന് പറയുന്ന നോവൽ. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ സമകാലിക ഇന്ത്യയിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചും നീതി നിർവഹണ സംവിധാനത്തെ കുറിച്ചുമെല്ലാം ഈ കഥയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ മനുഷ്യരെക്കാൾ ഉപരി ഖബറാണ് ഈ കഥയിലെ ഒരു കഥാപാത്രമായിട്ട് വരുന്നതെന്ന് നമുക്ക് തോന്നും. എത്രയോ കാലങ്ങളായിട്ട് നമ്മുടെ നോവലിസ്റ്റിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കഥയാണ് ഖബർ. എന്നാൽ അതിന് അനുയോജ്യമായിട്ടുള്ള കഥാപാത്രങ്ങളെ കിട്ടിയിരുന്നില്ല. പിന്നീട് തന്റെ അഭിഭാഷകനായിട്ടുള്ള സുഹൃത്തുമായിട്ടുള്ള സംഭാഷണത്തിനിടെയാണ് KR മീരക്ക് നമ്മുടെ ഖബർ എന്ന നോവലിന് അനുയോജ്യമായിട്ടുള്ള കഥാപാത്രങ്ങളെ ലഭിക്കുന്നത്. അങ്ങനെ വെറും 2 ആഴ്ച കൊണ്ടാണ് ഖബർ എന്ന ഈ നോവല് KR മീര എഴുതി തീർത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ നോവല് നോക്കുകയാണെങ്കിൽ തന്നെ ചുരുങ്ങിയ പേജസ് മാത്രമേ ഉള്ളൂ. 100ഓളം പേജുകൾ മാത്രമാണ് ഈ ഖബർ എന്ന നോവലുള്ളത്. അതിൽ ആദ്യത്തെ കുറച്ച് പേജുകൾ അതിന്റെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെയാണ്. വെറും 80 പേജുകൾ മാത്രമേ ഈ നോവൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത്രയും കുറഞ്ഞ വരികളിൽ ഇത്രയും ശക്തമായ ആശയം, അതിന്റെ തനിമ ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ എഴുതി തീർക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിന് വളരെയധികം വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഭാവന എന്ന് പറയുന്ന ജില്ലാ കോടതി ജഡ്ജിയാണ് നമ്മുടെ ഖബർ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം. ഭാവനയിലൂടെയാണ് ഈ കഥ പുരോഗമിക്കുന്നത്. ഭാവനയുടെ മുന്നിൽ തന്റെ പൂർവികന്റെ ഖബർ സംരക്ഷിക്കാനുള്ള അനുമതി തേടിയെത്തുകയാണ് ആർക്കിടെക്റ്റും മായാജാലക്കാരനുമായ കാക്കശ്ശേരി കയാലുദ്ദീൻ തങ്ങൾ. ഈ കാക്കശ്ശേരി കയാലുദ്ദീൻ തങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഭാവന എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത്, അല്ലെങ്കിൽ ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് നോക്കാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ പ്രധാന കഥാപാത്രമായ ഭാവനയുടെ ജീവിതത്തിലൂടെ ഒന്ന് പോയി നോക്കാം. ഭാവന തന്റെ കോളേജ് കാലഘട്ടത്തിൽ, അതായത് ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രമോദ് എന്ന് പറയുന്ന ഒരു യുവാവുമായി പ്രണയത്തിലാവുകയാണ്. തന്റെ പ്രണയ സാഫല്യം നേടുന്നതിന് വേണ്ടിയിട്ട് ഭാവന 6-7 കൊല്ലത്തോളം തിങ്കളാഴ്ചകളിൽ വ്രതം എടുക്കുന്നുണ്ട്. അതായത് പ്രമോദിനെ തന്നെ തനിക്ക് ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ട് വ്രതം എടുക്കുന്നുണ്ട്. അതുപോലെ ധനികനായിട്ടുള്ള പ്രമോദിന്റെ വീട്ടുകാരുടെ മുന്നിൽ താൻ അപമാനിതയാകാതിരിക്കാൻ വേണ്ടിയിട്ട് അത്ര സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ലാത്ത തന്റെ അച്ഛനെ കൊണ്ട് ലോൺ എടുപ്പിച്ചുകൊണ്ട് പുതിയ കോൺക്രീറ്റ് വീട് പണിയിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഒരു വക്കീലിന്റെ കീഴിൽ ജോലി ചെയ്യുകയാണ് ഭാവന.
ആ സമയത്ത് തനിക്ക് കിട്ടിയിരുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് ഒരു പങ്ക് മാറ്റിവെച്ച് തന്റെ വിവാഹത്തിന് വേണ്ടി 100 പവൻ സ്വർണം വാങ്ങി വെക്കുന്നുണ്ട് ഭാവന. ഇങ്ങനെയെല്ലാം എന്താ ചെയ്തിട്ടാണ് ഭാവന തന്റെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. പക്ഷെ വിവാഹ ജീവിതത്തിലേക്ക് കടന്ന ശേഷമാണ് ഭാവന മനസ്സിലാക്കുന്നത് നമ്മൾ പ്രണയിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന തുല്യതയൊന്നും വിവാഹ ജീവിതത്തിൽ ഭാവനക്ക് കാണാൻ കഴിയുന്നില്ല. ഭാവനയുടെ ഓരോ ഉയർച്ചകളിലും അസ്വസ്ഥനായിക്കൊണ്ടിരിക്കുന്ന പ്രമോദിനെയാണ് ഭാവന കാണുന്നത്. അതുപോലെ തന്നെ തനിക്ക് എഴുതി കിട്ടാത്ത ജില്ലാ മുൻസിഫ് പരീക്ഷ ഭാവനയും എഴുതുന്നില്ല. അതായത് തന്റെ ഭർത്താവിന് കിട്ടാത്തത് താനും എഴുതുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ് ഭാവന. ഇതിനിടയിൽ തങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തത് ഭാവനയുടെ കുറ്റം കൊണ്ടാണെന്ന് പ്രമോദ് സമർത്ഥിക്കുന്നുണ്ട്. എന്നാൽ മുന്നോട്ട് പോകും തോറും ചികിത്സയുടെ പ്രമോദിനാണ് കുഴപ്പമെന്ന് ഭാവന തിരിച്ചറിയുന്നു. പിന്നീട് അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു. എന്നാൽ ആ കുഞ്ഞ് ADHD എന്ന് പറയുന്ന മാനസിക വൈകല്യമുള്ള ഒരു കുഞ്ഞാണ്. ഈ ഒരു കാരണം കൂടെ കിട്ടിയപ്പോൾ പ്രമോദ് ഭാവനയെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി ആ വിവാഹ ജീവിതം അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഭാവനയുടെ മാനസിക വൈകല്യമുള്ള കുഞ്ഞ് അദ്വൈത് വളർന്നപ്പോൾ തന്റെ ഈ മാനസിക വൈകല്യം കൊണ്ടാണ് തന്നെ അച്ഛൻ ഇട്ടിട്ട് പോയത് എന്നുള്ള ഒരു ചിന്ത ആ കുഞ്ഞിന്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നുണ്ട്. ഈ ADHD എന്ന് പറയുന്നത് എന്താ പറയാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസീസ് എന്ന് പറയുന്ന ഒരു മാനസിക വൈകല്യമാണ്. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ അദ്വൈത് വല്ലാതെ പ്രകോപിതനാവും. ആ സമയത്ത് അവൻ അമ്മയോട് പറയുന്നുണ്ട് തന്റെ ഈ മാനസിക വൈകല്യം കൊണ്ടാണ് അച്ഛൻ തന്നെ ഉപേക്ഷിച്ച് പോയതെന്ന്. അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഒരിക്കലുമല്ല, നിന്നേക്കാൾ വലിയൊരു മാനസിക വൈകല്യം നിന്റെ അച്ഛന് ഉള്ളത് കൊണ്ടാണ് നിന്റെ അച്ഛൻ നിന്നെ ഉപേക്ഷിച്ച് പോയത്. അപ്പൊ അദ്വൈത് ചോദിക്കുന്നുണ്ട് എന്ത് മാനസിക വൈകല്യമാണ് അച്ഛനുള്ളതെന്ന്. ലാക്ക് ഓഫ് എമ്പതി എന്നാണ് ഭാവന പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളെല്ലാരും വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു ലൈനാണത്. അതായത് ലാക്ക് ഓഫ് എമ്പതി. നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ഉള്ളിൽ ചിലപ്പോൾ അത് ഉണ്ടാവും. അതായത് നമ്മുടെ സമൂഹത്തില് ലാക്ക് ഓഫ് എമ്പതി എന്ന് പറയുന്ന മാനസിക വൈകല്യമുള്ള ഒരുപാട് പേരുണ്ട്. അതായത് നമ്മുടെ സഹജീവികളോട് സഹാനുഭൂതി ഇല്ലാത്ത ഒരവസ്ഥ. അതായത് മറ്റുള്ള മെഡിക്കൽ സയൻസിൽ പറയുന്ന മറ്റുള്ള മാനസിക വൈകല്യങ്ങളെക്കാളൊക്കെ എത്രയോ മുകളിലാണ് ഈ ലാക്ക് ഓഫ് എമ്പതി എന്ന് പറയുന്ന മാനസിക വൈകല്യം. അങ്ങനെ തന്റെ അച്ഛന് ഈ ലാക്ക് ഓഫ് എമ്പതി എന്ന് പറയുന്ന മാനസിക വൈകല്യം ഉള്ളത് കൊണ്ടാണ് തന്നെ ഉപേക്ഷിച്ച് പോയത് എന്ന് ഭാവന തന്റെ കുഞ്ഞിനോട് പറയാണ്. അങ്ങനെ തൽക്കാലം അദ്വൈതിന് ആ ഒരു മറുപടി അദ്വൈതിന് സ്വീകാര്യമായിരുന്നു. പിന്നീട് ഭാവന തന്റെയും തന്റെ കുഞ്ഞിന്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ പ്രമോദിന് വേണ്ടി വേണ്ട എന്ന് വെച്ച ജില്ലാ മുൻസിഫ് പരീക്ഷ എഴുതുകയും അതിൽ വിജയിക്കുകയും ജില്ലാ കോടതി ജഡ്ജി ആയിട്ട് നിയമനം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഭാവനക്ക്. ഇപ്പൊ പറഞ്ഞു വരുന്നത് പുരുഷനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രമായ ഭാവന. എന്നാൽ പുരുഷനെ ഉപേക്ഷിച്ച ഒരു സ്ത്രീയാണ് ഭാവനയുടെ അമ്മ. തന്റെ ജീവിതത്തിന്റെ എന്താ പറയാ നല്ല കാലം മുഴുവൻ തന്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഒരു സ്ത്രീയാണ് നമ്മുടെ ഭാവനയുടെ അമ്മ. എന്നാൽ ജീവിതത്തിൽ ഒരു പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ താൻ ഇത്രയും കാലം ജീവിച്ച തന്റെ കുടുംബത്തിൽ തനക്ക് ഒരു അവകാശമില്ലെന്നും മനസ്സിലാക്കുന്ന ഒരു സമയത്ത് തൻ്റെതായ ഒരു വഴി തിരഞ്ഞെടുത്ത് തൻ്റെതായ ഒരു ഇടം തേടി പോവുകയാണ് ഭാവനയുടെ അമ്മ. ഭാവന കുടുംബ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അമ്മ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാല് നമ്മുടെ ജീവിതത്തില് നമ്മൾ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾക്കുള്ള പ്രത്യുപകാരമല്ല ഒരിക്കലും സ്നേഹം. അത് നമ്മൾ മറ്റൊരാളില് കണ്ടെത്തേണ്ടത് ഒന്നാണെന്ന് ഭാവനയുടെ അമ്മ ഭാവനയെ ഉപദേശിക്കുന്നുണ്ട്. അതായത് മുന്നോട്ടുള്ള നിന്റെ വിവാഹ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ചിട്ട് തന്റെ കുടുംബത്തിൽ ആരും അല്ല എന്നുള്ളത് തോന്നല് നിനക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും തളർന്നു വീഴരുതെന്നും ഭാവനയുടെ അമ്മ ഭാവനയെ ഉപദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താൻ വിവാഹമോചിതയായ ശേഷം തന്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഭാവന വരുന്നുണ്ട്. അന്നും തന്റെ മകളോട് ആ അമ്മ പറയുന്ന ഒരു വാക്കുണ്ട്. അതായത് നമ്മുടെ ടാഗോറിന്റെ വാക്കുകളാണ്. കൂട്ടിലകപ്പെട്ട ഒരാൾക്ക് പിടിച്ചിരിക്കാൻ അഴികളുണ്ട്, എന്നാല് പറക്കാൻ വിശാലമായ ആകാശം ഉണ്ടാവില്ല. എന്നാൽ വിശാലമായ ആകാശത്ത് പറക്കാനാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ പിടിച്ചിരിക്കാൻ അഴികൾ ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് പറക്കാൻ വിശാലമായ ഒരാകാശമുണ്ട്. ഇതിലേത് വേണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാന്നാണ് പറയുന്നത്. അപ്പോ ഈ തന്റെ വിവാഹമോചന ശേഷം ഭാവന ഈ വാക്കുകൾ ഓർമ്മിക്കുകയാണ്.
ഒട്ടും ചിന്തിക്കാതെ തന്നെ രണ്ടാമത്തതാണ് ഭാവന തിരഞ്ഞെടുക്കുന്നത്. അതായത് തനിക്ക് പറക്കാൻ വിശാലമായ ഒരു ആകാശം മതി എന്നാണ് ആ ഭാവന തിരഞ്ഞെടുക്കുന്നത്. അതായത് ഇന്നിപ്പോ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകള് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരിതം ആലോചിച്ചിട്ട് ഇനി മുന്നോട്ടൊരു ജീവിതം ഇല്ല എന്ന് വിചാരിച്ച് തളർന്നു പോകാറുണ്ട്. എന്നാൽ നമ്മുടെ നായികയായിട്ടുള്ള ഭാവന ഒന്നും തന്റെ ജീവിതത്തിലെ ഈ ദുരിതം ഒന്നിനും ഒരു അവസാനം അല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാനാണ് തീരുമാനിക്കുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് വീണ്ടും വരാം. അതായത് നമ്മുടെ ഭാവനയുടെ മുന്നിൽ തന്റെ പൂർവികന്റെ ഖബർ സംരക്ഷിക്കണം എന്ന അനുമതി തേടി എത്തുകയാണ് കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങൾ എന്ന ഒരു ആർക്കിടെക്ട്. അതായത് അയാളുടെ പൂർവികന്റെ ഖബർ ഇരിക്കുന്ന 2.25 ഏക്കർ സെന്റ് സ്ഥലം അയാളുടെ സഹോദരന്മാർ ഒരു ട്രസ്റ്റിനെ വിൽക്കുകയാണ് ചെയ്യുന്നത്. ആ ട്രസ്റ്റിന്റെ പ്ലാൻ പ്രകാരം ജാതി മത ഭേദമന്യേ അവിടെ ഒരു ഓഡിറ്റോറിയം പണിയാനാണ് ആ ട്രസ്റ്റ് തീരുമാനിക്കുന്നത്. അതായത് ആ ഓഡിറ്റോറിയത്തില് പ്ലാൻ വെച്ച് നോക്കുമ്പോൾ ഈ കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങളുടെ പൂർവികന്റെ ഖബർ ഇരിക്കുന്ന സ്ഥലത്ത് വരാൻ പോകുന്നത് ബാത്റൂമാണ്. അപ്പൊ അതിൽ നിന്ന് തന്റെ പൂർവികന്റെ ഖബർ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഖയാലുദ്ദീൻ തങ്ങൾ കോടതിയെ സമീപിക്കുന്നത്. ഖയാലുദ്ദീൻ തങ്ങൾ ഒരു മായാജാലക്കാരനാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ കേസിന്റെ വിധി പറയുന്നതിന് മുമ്പ് തന്നെ ഭാവന ബോധരഹിതയായിട്ട് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പൊ മറ്റുള്ളവരുടെ സംസാരത്തിൽ നിന്ന് ഭാവന മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭാവനക്ക് തോന്നുന്നുണ്ട് ഇയാളുടെ ഈ മായാജാലം കൊണ്ടാണ് തനിക്ക് ബോധക്ഷയം സംഭവിച്ചത് എന്ന്. എന്നാല് കോടതിയുടെ മുമ്പിൽ എത്തിയ ഈ കേസിന്, അതായത് കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങൾക്ക് തന്റെ പൂർവികന്റെ ഖബർ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതിയുടെ മുന്നിൽ സമർപ്പിക്കാൻ മതിയായ രേഖകളോ സാക്ഷികളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഭാവന ഈ കേസ് നിരസിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ കേസിന് ഖയാലുദ്ദീൻ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി പ്രസ്താവിക്കുന്നില്ല. പിന്നീട് ഈ കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങളുടെ ഖബർ സംരക്ഷിക്കുന്ന ഈ കേസിന്റെ ഇടയിൽ ഭാവന എപ്പോഴൊക്കെയോ തന്റെ പൂർവികന്റെ ചരിത്രം തേടിയിട്ടും പോകുന്നുണ്ട്. അതായത് ഭാവനയുടെ തറവാട്ടില് ആരും തന്നെ വാർദ്ധക്യം വന്ന് മരിക്കാറില്ല, തറവാട്ടിൽ കിടന്ന് മരിക്കാറില്ല. അവരെല്ലാവരും എന്താ ചെയ്യലെന്ന് വെച്ചാല് വാർദ്ധക്യം എത്തുമ്പോ കാശിയിലേക്ക് പുറപ്പെടുകയാണ് ചെയ്യാറ്. പിന്നീട് അവിടെ വെച്ച് മരണപ്പെട്ടു എന്നും അവർക്ക് മോക്ഷം ലഭിച്ചു എന്നാണ് ചിന്തിക്കാറ്. എന്നാൽ തന്റെ പൂർവികനായ യോഗീശ്വരൻ അമ്മാവൻ മാത്രം കാശിയിലേക്ക് പുറപ്പെട്ട ശേഷം തിരിച്ചു വരികയാണ് ഉണ്ടായത്. പിന്നീട് തറവാട്ടിലെത്തി അവിടെ വെച്ച് മരണപ്പെട്ടു എന്നാണ് ഭാവനയുടെ അച്ഛൻ ഭാവനയോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ കഥക്ക് മറ്റൊരു തലം ഉണ്ടെന്ന് ഭാവനയുടെ അമ്മ പറയുന്നു. അതായത് തന്റെ അമ്മ എന്താ പറയാ, പൂർവികനായ യോഗീശ്വരൻ അമ്മാവൻ കാശിയിലേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ചിട്ട് മക്കയിൽ പോയി ഇസ്ലാം മതം സ്വീകരിച്ചിട്ടാണ് തിരിച്ചു വന്നത്. എന്നാൽ തന്റെ കുടുംബത്തിന്റെ മഹിമയും കുടുംബ പാരമ്പര്യവും ഒക്കെ സംരക്ഷിക്കണമെന്ന് ഓർത്ത് ഈ ഒരു കഥ ആരും തന്നെ പുറത്തു പറയുന്നില്ല. ഇങ്ങനെ കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങളുടെ പൂർവികന്റെ ഖബർ സംരക്ഷിക്കണം എന്നുള്ള ഈ കേസ് തന്റെ മുന്നിൽ വന്നപ്പോഴാണ് ഭാവന എപ്പോഴൊക്കെയോ തന്റെ ഈ പൂർവികന്മാരുടെ ചരിത്രം തേടി പോകുന്നത്. കഥയുടെ അവസാനം തന്റെ പൂർവികനും കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങളുടെ പൂർവികനും ഒരാളാണ് എന്ന സത്യം ഭാവന തിരിച്ചറിയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഇടയിൽ വെച്ചിട്ട് കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങളും ഭാവനയും പ്രണയത്തിലാകുന്നുണ്ട്. അതായത് കാക്കശ്ശേരി പിന്നീട് ഇയാളുടെ സ്യൂട്ട് നിരസിച്ചെങ്കിൽ പോലും പിന്നീട് എപ്പോഴൊക്കെയോ ഇയാളുടെ ഈ ഹർജിയിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് ഭാവനക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഇതിനിടയിൽ വെച്ചിട്ട് ഇവര് പ്രണയത്തിലാവുകയും ചെയ്യുന്നുണ്ട്. തന്റെ വിവാഹ ജീവിതത്തിൽ നിന്ന് ഭാവനയ്ക്ക് ലഭിക്കാത്ത ആദരവും സ്നേഹവും എല്ലാം കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങളിൽ നിന്ന് ഭാവനക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ കഥയുടെ അവസാനം എന്താ പറയാ, കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങൾ ഈ കേസിന്റെ വിധി വരുന്നതിന് മുമ്പ് തന്നെ വേറെ ഒരു ചരിത്ര സ്മാരകത്തിന്റെ പുനർനിർമ്മാണത്തിനിടെ തലയിൽ തൂണ് വീണ് മരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങളുടെ മരണ ദിവസമായിട്ട് പറയപ്പെടുന്നത് November 9, 2019 ഈ ഒരു ദിവസത്തിന് നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് ഈ ഒരു ദിവസമാണ് നമ്മുടെ ഇന്ത്യയിലെ നീതി നിർവഹണ സംവിധാനം
ബാബരി മസ്ജിദിന്റെ വിധി പ്രഖ്യാപിച്ച ദിവസം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണത്. അതായത് ബാബരി മസ്ജിദ് ഇരുന്ന സ്ഥലം രാമക്ഷേത്രം പണിയുവാനായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് വിധി വന്നൊരു ദിവസമാണ് നവംബർ 9, 2019 എന്ന് പറയുന്നത്. ഈ ദിവസം തന്നെയാണ് നമ്മുടെ കയാലുദ്ദീൻ തങ്ങളും തലയിൽ തൂണ് വീണ് മസ്തിഷ്ക മരണം സംഭവിച്ച് മരിക്കുന്നത്. ഇവിടെ നമ്മുടെ കയാലുദ്ദീൻ തങ്ങൾക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് പറയുന്നതിലൂടെ നമ്മുടെ നോവലിസ്റ്റ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നീതി നിർവഹണത്തിന് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്നാണ്. നമ്മുടെ എല്ലാവരുടെയും പോയിന്റ് ഓഫ് വ്യൂ ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഒരു കഥ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ആശയങ്ങൾ ആവണമെന്നില്ല നിങ്ങൾക്ക് തോന്നുന്നത്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഈ കഥയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഖബറിൽ വായനക്കാർക്ക് പൂർണ്ണമായിട്ടും ആഖ്യാന സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു കഥയാണ് ഖബർ എന്ന് പറയുന്നത്. അപ്പോൾ കാക്കശ്ശേരി കയാലുദ്ദീൻ തങ്ങൾക്ക് മരണം സംഭവിക്കുന്നിടത്ത് വെച്ചിട്ട് ഈ നോവൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഭാവന പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ആദ്യമായിട്ട് ഒരാളുടെ അഭാവത്തിൽ ഞാൻ പൂർണ്ണത അനുഭവിക്കുന്നു എന്ന്. അതായത് തന്റെ ഭർത്താവായ പ്രമോദിന്റെ അടുത്ത് നിന്ന് തനിക്ക് കിട്ടാത്ത സ്നേഹവും ആദരവും എല്ലാം ഈ കയാലുദ്ദീൻ തങ്ങളുടെ അഭാവത്തിൽ പോലും ഭാവനക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു പോയിന്റിലാണ് ഈ കഥ അവസാനിക്കുന്നത്. ഇതില് ഇപ്പൊ നമ്മള് ഈ ഖബർ എന്ന് പറയുന്ന നോവലില് ഇന്നത്തെ സമകാലിക പ്രസക്തി എന്താണെന്ന് വെച്ചാല് അപ്പൊ ഇതില് നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ഭാവനയുടെ പൂർവികനും ഖയാലുദ്ദീൻ തങ്ങളുടെ പൂർവികനും ഒരാൾ തന്നെയാണെന്ന്. അതായത് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം നമ്മള് ജാതിയും മതവും വർഗീയതയും ഒക്കെ പറഞ്ഞിട്ട് തമ്മിലടിക്കുകയും നമ്മുടെ എതിരെ നിൽക്കുന്ന ആളുടെ ജീവൻ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ്. പക്ഷെ ഒരു നിമിഷം നമ്മളെല്ലാവരും നമ്മുടെ പൂർവികന്മാരുടെ ചരിത്രം തിരിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മളെല്ലാവരും എത്തിച്ചേർന്ന് നിൽക്കാൻ പോകുന്നത് ഒരൊറ്റ പൂർവികനാലായിരിക്കും. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരുപാട് ജാതികളൊന്നുമില്ല. ഒരൊറ്റ ജാതിയേ ഉള്ളൂ, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജാതി. നമ്മുടെ വിശ്വാസം നമ്മൾ മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ എതിരെ നിൽക്കുന്നവരുടെ വിശ്വാസത്തെ അംഗീകരിക്കാൻ കൂടി നമ്മൾ പഠിക്കണം. അപ്പൊ നമ്മൾ കണ്ടു ഏറ്റവും റെലവെന്റ് ആയിട്ട് ഇപ്പൊ നടന്ന നമ്മുടെ വയനാട് ദുരന്തം. ആ വയനാട് ദുരന്തത്തിൽ ഒരു രാത്രി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ചിരിച്ച് സംസാരിച്ച് കിടന്നുറങ്ങിയവരൊന്നും പിറ്റേ ദിവസം കണ്ണു തുറന്നിട്ടില്ല. ഒരുപാട് പേരുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ദുരന്ത മുഖത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെയാണ് എല്ലാവരും സഹായത്തിന് ഇറങ്ങിയത്. അപ്പോ ഇനിയും ഈ ജാതിയും മതവും വർഗീയതും ഒക്കെ പറഞ്ഞു നടക്കുന്നവര് അവരാണ് ഏറ്റവും വലിയ മൂഢന്മാരെന്ന് ഞാൻ പറയും. അതായത് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, പരസ്പരം സ്നേഹിച്ചും അംഗീകരിച്ചും സഹായിച്ചും ജീവിക്കേണ്ടവരാണ്. അപ്പോൾ നമ്മുടെ ഖബർ എന്ന് പറയുന്നതിലെ ഒരു പ്രധാന ആശയം അതാണ്, ജാതിയും മതവും വർഗീയതക്കും എതിരുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ നീതി നിർവഹണ സംവിധാനത്തെ ഇതില് വിമർശന വിധേയമാക്കുന്നുണ്ട്. അതായത് കോടതിക്ക് മുന്നിൽ ഒരു കേസ് വരുമ്പോൾ അത് എത്ര ചരിത്ര പ്രാധാന്യമുള്ള അല്ലെങ്കിൽ പൈതൃകമായിട്ടുള്ള ഒരു സ്മാരകമായിക്കോട്ടെ അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ, കോടതിക്ക് മുന്നിൽ എപ്പോഴും പ്രാധാന്യം എന്ന് പറയുന്നത് തെളിവുകൾക്കും രേഖകൾക്കും സാക്ഷികൾക്കുമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മുടെ ബാബരി മസ്ജിദിന്റെ സംഭവമാണെങ്കിലും ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റും അധികാരം വെച്ചിട്ട് നമുക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മുടെ നോവലിസ്റ്റ് പറയുന്നുണ്ട്, ഒരുപാട് വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ പാത്രമാകാൻ പോകുന്ന ഒരു നോവലാണ് നമ്മുടെ ഖബർ എന്ന് പറയുന്നത്. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഞാനൊരു വിവാദം ഇപ്പൊ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും പോയിന്റ് ഓഫ് വ്യൂ ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം ഒന്നാവണമെന്നില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് ഇനിയും ജാതിയും മതവും വർഗീയതയും ഒന്നും പറയാതെ തന്നെ നമ്മൾ എല്ലാവരും മനുഷ്യരായിട്ട് തുടരുക. അതുപോലെ തന്നെ ഇതില് ഞാൻ പറഞ്ഞു പൂർണ്ണമായിട്ട് ഒരു സ്ത്രീപക്ഷ നോവലൊന്നും അല്ല ഖബർ എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ എവിടൊക്കെയോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആകുലതകളും ഒക്കെ നമ്മുടെ ഈ നോവലിലൂടെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഈ നോവല് വായിക്കുക. അന,
I invite Shahana for feedback. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു ഹന. ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായിട്ട് നന്നായി ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. ഇന്നത്തെ സമൂഹത്തിൽ നല്ല പ്രസക്തിയുള്ള ഒരു നോവൽ എന്ന് എനിക്ക് മനസ്സിലായി. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു. Thank you, Shahana. I invite Nandana for feedback. ഗുഡ് ഈവനിങ്. നമുക്കിവിടെ KR മീരയുടെ ഗബർ എന്ന നോവലിനെ കുറിച്ചാണ് പറഞ്ഞു തന്നത്. അപ്പം അത് നല്ല എന്താ പറയുക, നമ്മൾ ആ ബുക്ക് നേരിട്ട് വായിച്ചൊരു പ്രതീതി തന്നെ ഹന നമുക്ക് തന്നിട്ടുണ്ട്. ഇതിലെ പ്രധാന കഥാപാത്രമായ ഭാവനയുടെ ജീവിതത്തിലൂടെ ജെൻഡർ ഈക്വാലിറ്റിയുടെ ഒരു പ്രാധാന്യമൊക്കെ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു കഥാപാത്രമായ ഖയാലുദ്ദീൻ തൻ്റെ പൂർവികരുടെ ഖബർ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ എത്തുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതവും ഒക്കെ നല്ല വ്യക്തമായി തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയാ, എല്ലാവർക്കും ആ ഒരു ബുക്ക് വായിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടി ഹന തന്നിട്ടുണ്ട്. നന്നായി അവതരിപ്പിച്ചിട്ടു. താങ്ക് യു. Next, I invite Ashwati for feedback. ഹനൻ അവതരിപ്പിച്ച ഖബർ എന്ന പുസ്തകം ഞാൻ വായിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പുസ്തകമാണ്. പക്ഷെ വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഹനത് നമുക്ക് അതിന്റെ ഒരു റിവ്യൂ തന്നപ്പോൾ നമ്മൾ ആ ബുക്ക് മൊത്തത്തിൽ നമുക്ക് ബുക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ അതിലെ ഭാവനയുടെയും ഖയാലുദ്ദീൻ തങ്ങളുടെയും അങ്ങനെ മൊത്തത്തിൽ അവരെല്ലാവരും ലൈഫിലൂടെ പോയൊരു ഫീലാണ് നമുക്ക് കിട്ടിയത്. അതിലൂടെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള പാട്രിയാർക്കിയും അതുപോലെ തന്നെ ഒരു പ്രൂഫ് ഇല്ല എന്നൊരു കാരണം കൊണ്ട് തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന ന്യായം, നമ്മൾക്ക് കിട്ടാതെ പോയ ജസ്റ്റിസ്, അതൊക്കെ വ്യക്തമായിട്ട് ഹന പറയുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ തന്നെ ഹന അവതരിപ്പിച്ചു. താങ്ക് യു. താങ്ക് യു അശ്വതി. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാൻ താല്പര്യമുണ്ടോ? ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് പറയാം. ആരുമില്ലെങ്കിൽ ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നമുക്കെന്നാ ഇന്നത്തെ പ്രസന്റേഷൻ അവസാനിപ്പിക്കാം അല്ലെ? ഇനി ആരെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, താങ്ക് യു ഹന. താങ്ക് യു.